ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വല്യപ്പച്ചനാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻലിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അലീന നിന്നെ കുഴിയിൽ വീഴ്ത്തില്ല, പക്ഷെ നിന്റെ കൂടെ നിൽക്കുന്നവർ നിന്നെ കുഴിയിൽ വീഴ്ത്തുമെന്നും പറഞ്ഞു. അങ്ങനെ അപ്പച്ചൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം കേട്ട് മോനിങ്ങോട്ടേക്ക് പോരുക. ഈ സമയത്ത് നമ്മുടെ അടുക്കളയിൽ അലീന ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോഴേക്കും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പൗലോസേട്ടനേറ്റ് വന്നു. ഒരു ദീർഘശ്വാസമൊക്കെ വിട്ട് ഒരു വായ്ക്കോട്ടയൊക്കെ വിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അലീന അടുക്കളയിൽ നിന്ന് ചായ ഇടുന്നതാണ്. ഇത് കണ്ടപ്പോഴേക്കും അയാൾക്ക് അങ്ങ് പിടിച്ചില്ല. അയാൾ എന്നിട്ട് അങ്ങ് ചെന്നു. ഗുഡ് മോർണിംഗ് പൗലോസേട്ടാന്ന് അലീന. അയാൾ മൈൻഡ് പോലും ചെയ്യണില്ല കേട്ടോ അലീനയെ. അയാൾ എന്നിട്ട് അവിടെ ചെന്നു. അയാൾ വേറെ ചായ എടുക്കാനുള്ള ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ അലീന ചായ എടുത്തു. ഇപ്പോൾ അതൊന്നും പൗലോസേട്ടന് വേണ്ട. അപ്പോൾ ദേ ഞാനൊരു ചായ ഇട്ടിട്ടുണ്ട്, അത് പൗലോസേട്ടനൊന്ന് കുടിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അതെന്നെ വേണ്ടാത്തേ? പൗലോസേട്ടൻ ചായ കുടിക്കാറില്ലേ? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, നിർബന്ധിക്കണ്ടെന്ന് പൗലോസേട്ടാ എന്നോട് എന്തിനാ വെറുതെ വഴക്ക്? നമ്മൾ ഒന്നിച്ച് കിച്ചണിൽ പണിയെടുക്കേണ്ടവരല്ലേ? അപ്പോൾ പിണങ്ങി നിന്നാൽ എങ്ങനെയാണെന്ന് അലീന ചോദിച്ചു. എനിക്ക് പൗലോസേട്ടനോട് പിണക്കൊന്നും ഇല്ലല്ലോ, അപ്പം നിർബന്ധിക്കണ്ടെന്ന് എന്നോട് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്നോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. ഓ, അപ്പോൾ പൗലോസേട്ടൻ കോംപ്രമൈസ് ആകാൻ പ്ലാൻ ഇല്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഓ, അലീന അത് അവിടെ വെച്ചു. അയാളാണെന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള ചായക്കുള്ള വെള്ളം പിടിക്കാം, എന്നിട്ട് അത് കൊണ്ടുവന്ന് അടുപ്പത്ത് വെക്കുന്നു. പഞ്ചസാരയും ചായപ്പൊടിയും ഇതെല്ലാം എടുത്തിങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം നോക്കി. അപ്പോൾ എന്താ പൗലോസേട്ടൻ്റെ ഉദ്ദേശം? അപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ നോക്കി നിൽക്കുക, മിണ്ടുന്നില്ല. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചായ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും അലീന ആ തീ അങ്ങ് ഓഫ് ചെയ്തു. ഈ സമയം ഞാൻ ചോദിച്ചത് കേട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. പൗലോസേട്ടൻ പൊട്ടനൊന്നും അല്ലല്ലോ, ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ആരോടൊക്കെ അനുവാദം ചോദിക്കണമെന്നായി. പിന്നെ ഞാനൊരു ചായ ഇട്ട് തന്നത് പൗലോസേട്ടൻ കണ്ടില്ലായിരുന്നു. എനിക്കത് വേണ്ട. മറ്റുള്ളവരുണ്ടാക്കുന്ന ചായ അതെനിക്കിഷ്ടമല്ല. വായിക്ക് രുചിയായിട്ട് കുടിക്കണമെങ്കിൽ ഞാൻ തനിയെ ചായ ഇടണം. ഇത്രയും കാലം അത് അങ്ങനെ ആയിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ, പൗലോസേട്ടാ ദേ ഇനി അതിവിടെ നടക്കത്തില്ല എന്ന് അലീന പറയുക. അങ്ങനെ വായിക്ക് രുചിയായിട്ട് തന്നെത്താൻ ചായ ഇട്ട് കുടിക്കണമെങ്കിലേ പൗലോസേട്ടൻ്റെ വീട്ടിൽ പോയി ചായ ഇട്ട് കുടിച്ചോളണം. ഇതെൻ്റെ പപ്പയുടെ വീടാണെന്ന് അലീന. എനിക്ക് ചായ വേണമെന്ന് ഒരു നിർബന്ധമില്ല എന്ന് പൗലോസ്. മനസ്സിൽ ഒരു ശത്രുതയില്ലാതെ ഞാൻ രാവിലെ ഈ അടുക്കളയിലോട്ട് കയറിയത്. പൗലോസേട്ടനുമായിട്ട് സഹകരിച്ച് പോകാമെന്ന് വിചാരിച്ചു. പൗലോസേട്ടൻ എങ്ങനെയാണ് ഇത്ര രുചിയായിട്ട് കറിയൊക്കെ വയ്ക്കുന്നത് എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം. എനിക്കറിയാവുന്നതൊക്കെ പൗലോസേട്ടന് പറഞ്ഞു തരാം. ജോലിയിൽ പൗലോസേട്ടനെ സഹായിക്കാം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം എനിക്ക് ആരുടെ സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ഈ അടുക്കള കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് പൗലോസ്. എൻ്റെ അടുത്ത് മത്സരിക്കാനാണെങ്കിലേ പൗലോസേട്ടൻ പെട്ടിയും കിടക്കയും പാക്ക് ചെയ്ത് വെച്ചോളാനായിട്ട് അലീന പറഞ്ഞു. 3 ദിവസം ഞാൻ നോക്കും. എന്നിട്ടും ഈ മനോഭാവം മാറ്റുന്നില്ല എങ്കിലേ ഞാൻ പൗലോസേട്ടനോട് ഒരൊറ്റ വാക്കേ പറയത്തുള്ളൂ, ഗെറ്റ് ഔട്ട്. അങ്ങനെ അതും പറഞ്ഞ് അലീന ചായ പാത്രം എടുത്തുകൊണ്ട് അങ്ങ് പോയി. ആ സമയത്ത് അടുത്ത ആൾ വരിക. എന്നാ പറ്റിയടാ? എന്നെ എത്ര ദേഷ്യം? അവളെന്നെ വരട്ടുവാടാ. ആര്? അലീനയോ? ആഹാ, കണ്ട അളിഞ്ഞു പൊളിഞ്ഞ് കിടന്നവക്കെ ഇവിടെ വന്നപ്പോൾ ഒടുക്കത്തെ അഹങ്കാരം. അപ്പോൾ അവൾ എന്നാ പറഞ്ഞു പൗലോസേട്ടാ? എന്നെ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കുന്നു. അപ്പോൾ സൂക്ഷിക്കണേ ചേട്ടാ, പറഞ്ഞാൽ ചെയ്യുന്നവളാ, അവൾ ചെയ്യട്ടെ. അവൾ ഗെറ്റ് ഔട്ട് അടിച്ചാലേ പൗലോസ് കയ്യും വീശി അങ്ങ് ഇറങ്ങിപ്പോകും. പൗലോസേട്ടൻ ഒരു കാരണവശാലും ഇവിടുന്ന് പോകരുത്. ആ പെണ്ണിൻ്റെ അടുത്ത് വാശിയും വഴക്കും വേണ്ട പൗലോസേട്ടാ. അവൾ എന്നാന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വെക്കണം എന്നേ എന്നും പറഞ്ഞു കൊടുക്കാം. കേണൽ സമയത്ത് ഭാര്യ പറഞ്ഞാൽ ഞാൻ കേൾക്കാം, മക്കൾ പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ഒരു പ്രശ്നവും എനിക്കില്ല. ഇവളാരാ? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന മൂദേവി. എവിടെയൊക്കെയോ വീട്ടുജോലിക്കാരിയായി നിന്നവള് ഏതോ ഒരു പെണ്ണ് പിഴച്ചു പറ്റിട്ട് കൊണ്ട് തള്ളിയവള്. എന്നിട്ടാണ് നമ്മുടെ മുന്നിൽ വലിയ പത്രാസ് കാണിക്കുന്നത്. എനിക്കവൾ പുല്ല, വെറും പുല്ലിനെയാണ് ഞാൻ കാണുന്നത്. പൗലോസേട്ടൻ ബുദ്ധിമോശം കാണിക്കല്ലേ, ഇവിടുന്ന് പൊയ്ക്കളയരുത് കേട്ടോ. പുല്ലിനെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റുന്ന കുട്ടിച്ചായൻ ഒരു മൊണ്ണയായിപ്പോയി. അയാളിപ്പോൾ അവളുടെ പിന്നാലെ നടക്കുക. ഇപ്പോൾ അവൾ പറയുന്നതാ മൂപ്പിലാണ് വേദവാക്യം. ഞാൻ അഞ്ചലിലോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നേ എല്ലാ കാര്യങ്ങളും. അവരെല്ലാവരും ആകെ ചുട്ടുപഴുത്ത് പുകയും വാശിയും വൈരാഗ്യമായിട്ട് ഇരിക്കുകയാണെന്ന് ഇയാൾ പറയണം. ബൈജു കേണൽ സാബിൻ്റെ ഭാര്യയുടെ ആങ്ങളമാരെല്ലാവരും കൂടെ ചേർന്ന് ഒറ്റ വരവ് ഇങ്ങോട്ട് വരും. അന്ന് തീരും പുല്ലീനയുടെ സുഖേട്. ആൻ്റപ്പേട്ടനും കൂടി നമ്മുടെ കൂടെ നിന്നാൽ മതിയായിരുന്നു. അവളെ ഒറ്റപ്പെടുത്തണം. ആൻ്റപ്പൻ ചേട്ടൻ പൊങ്ങുതടിയ, വെള്ളം പൊങ്ങിയാലും തന്നാലും അതിൻ്റെ മേലേ നിൽക്കും.
എന്നതായാലും ശരി, ഞാൻ അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവളിവിടെ വരുന്നത് വരെ ഈ വീടൊരു സ്വർഗമായിരുന്നു. അവൾ നരകം പണിഞ്ഞുകൊണ്ടിരിക്കുക ഇതിനകത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരവിടെ നിന്ന് പറയുന്നു. ഈ സമയത്ത് സ്റ്റാൻലിയും വല്യപ്പച്ചനും അവിടെ ഇരിക്കുന്നു. രാവിലത്തെ നടപ്പ് എന്നാണേലും കൊള്ളാൻ കേട്ടോന്ന് അപ്പച്ചൻ. നീ ഇനി അത് നിർത്താൻ നിൽക്കണ്ട കേട്ടോ. നിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ അവസ്ഥയ്ക്ക് അത് നല്ല കാര്യമാണെന്നും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നു. അതന്നെ അപ്പച്ച ഇപ്പോഴത്തെ എൻ്റെ ആരോഗ്യത്തിന് കുഴപ്പം. രാവിലെ നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ക്ഷീണം കാണിച്ചത് അപ്പച്ചനല്ലേ എന്ന് ചോദിച്ചു. ഞാനല്ലല്ലോ. അയ്യടാ, നിന്റെ പ്രായത്തിലുണ്ടല്ലോ ലാലിച്ച, ഞാൻ പറമ്പിൽ പണിയെടുത്തിരുന്നത് പോലെ നീ എടുക്കണമെങ്കിലേ നീ ഇച്ചൂടി മൂക്കണമായിരുന്നു. എൻ്റെ പ്രായം എന്നാടാ കുഴപ്പം? ഇട്ടാ വട്ടത്തിൽ കൂടെ 2 ചുറ്റും ചുറ്റിയെന്ന് പറഞ്ഞ് നീ എന്നെ അളക്കാൻ നിൽക്കല്ലേ ലാലിച്ച കേട്ടോ. ഓ ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ലെന്നേ. അപ്പോൾ ലാലിച്ച, ദേ നീ ഒരേ ഇരിപ്പിലുള്ള ആ ഒരു കുടി അങ്ങ് നിർത്ത്. 1 2 സ്മോള് ഒരു ദിവസം അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പണ്ടത്തെ പോലെയല്ല. ഉത്തരവാദിത്വം കൂടിക്കൂടി വരിക നിനക്ക്, അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും വ്യായാമം ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാർ പിള്ളേർക്ക് പോലും അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പച്ച. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ 2 എണ്ണം കൂടി അടിക്കുന്നത്. അറ്റാക്ക് വരത്തില്ല എന്ന് സ്റ്റാൻലി. അപ്പോൾ ദാ കിടക്കുന്നു എന്ന് പറഞ്ഞ് ഇവരിയ്ക്കുമ്പോഴത്തേക്കും അലീന അവർക്കുള്ള ചായ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അലീന ചായ കൊണ്ടുവന്നപ്പോൾ ആ പൗലോസ് കറക്റ്റ് സമയത്ത് തന്നുകൊണ്ടിരുന്നതാ. ഇനി ഇപ്പം ചായയൊക്കെ സമയത്തിന് കിട്ടുമോ എന്തോ എന്ന് വല്യപ്പച്ചൻ. അന്നേരം വല്യപ്പച്ച ചുമ്മാ കളി പറഞ്ഞതാടി മോനെ. ആ ചിന്നമ്മ സ്പെഷ്യലിങ് എടുത്തേന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും ചായ മേടിച്ച് കുടിക്കാം. അപ്പോൾ ഈ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ദേ തനി ചിന്നമ്മയുടെ ചായ. എന്നാൽ ഇതെങ്ങനെ ഒത്തു വന്നെന്നാ എനിക്ക് അതിശയം. എൻ്റെ ലാലിച്ച, ഇവളെപ്പം ചായ ഇട്ടാലും നിൻ്റെ അമ്മച്ചിയുടെ ചായയുടെ അതേ രുചിയാണെന്ന് വല്യപ്പച്ചൻ പറയാം. ഈ മുഖലക്ഷണമൊക്കെ ഒത്തു വരുന്നത് പോലെയാണോ ഈ കൈപുണ്യവും ഒക്കെ അതുപോലെ വരുന്നത്? ആണോ ലാലിച്ച? ലാലിച്ചൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അങ്ങ് പൊക്കല്ലേ എന്ന് അലീന നേരം പറയണു. വല്യപ്പച്ചൻ ഇരുന്ന് ചിരിക്കുന്നു. അങ്ങനെ അവർ ചായ കുടിച്ചിരിക്കുന്നു. അപ്പോൾ അടുക്കളയിലെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തു കേട്ടോ. പൗലോസേട്ടനോടും മറ്റും പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ അനാവശ്യ ചിലവോ വേസ്റ്റ് ആക്കലോ ഒന്നും പാടില്ല എന്ന്. പൗലോസേട്ടൻ അത്ര പിടിച്ചിട്ടില്ല, പക്ഷെ ശരിയായി വരും. അപ്പോൾ എന്തൊക്കെ ആയാലും ഇനി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകാതെ നോക്കണം എന്ന് അപ്പച്ചൻ സ്റ്റാൻലി പറഞ്ഞു. അപ്പോൾ ദേ പ്രയാസം ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് വളരെ പ്രയാസമെന്നും സ്റ്റാൻലി പറഞ്ഞു. പപ്പ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, അതൊക്കെ ഞാൻ നയപരമായി കൈകാര്യം ചെയ്തോളാമെന്ന് പറയുമ്പം അത് ഞാൻ ഗ്യാരണ്ടി ലാലിച്ചാന്ന് അപ്പച്ചൻ. അതെ, അപ്പച്ചൻ ഇവള് വരച്ച വരയിൽ നിർത്തിയത് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി നയപരമായി കൈകാര്യം ചെയ്യുമെന്ന്. അത് കേട്ടപ്പം എന്നതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ഉടനെ എനിക്കിട്ട് കുത്തിക്കൊള്ളണം കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പം എന്നാൽ ഞാൻ അടുത്ത നടപടിക്രമങ്ങളിലോട്ട് തുടങ്ങട്ടെ. എന്തോന്ന്, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടായോ? വേണം. അങ്ങനെ അലീന അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാൻ കേട്ടോ എന്ന് വല്യപ്പച്ചൻ. അന്നേരം അപ്പച്ചാ പറഞ്ഞെന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ ഇരിക്കുന്നു. അങ്ങനെ അവർ ചായ കുടിക്കാം. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് അവിടെ നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യയുടെ ചേച്ചിയുടെ വീടും ചേച്ചിയെയും കുറച്ച് ആൾക്കാരെയൊക്കെയാണ്. അപ്പോൾ അവരെല്ലാവരും അവിടെ എങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് ഇതൊക്കെ എന്തിനാ ഇപ്പോൾ എടുത്തേ അങ്ങനെ ഓരോന്നൊക്കെ കൊണ്ടു കൊടുത്തപ്പോൾ പള്ളിയിലെ അച്ഛൻ. അപ്പോൾ ഇവരുടെ വിഷയം സംസാരിക്കാൻ വേണ്ടി അച്ഛനെ വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ എൽസമ്മ എവിടെയാണ് ധ്യാനത്തിന് പോയേക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഭരണങ്ങാനത്ത് തിങ്കളാഴ്ച വരുമെന്ന കാര്യം പറഞ്ഞു. അപ്പോൾ എൽസമ്മ ഇങ്ങനെ എപ്പോഴും ധ്യാനവും പ്രാർത്ഥനയായിട്ട് നടന്ന കുട്ടികളുടെ കാര്യമൊക്കെ ആര് നോക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനുണ്ടല്ലോ, അവൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ പള്ളിയിലച്ഛനൊക്കെ ചോദിക്കാം, പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ വേണം, അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകാൻ പാടില്ല. കുട്ടികളെ വല്ലവരുടെയും കൈകളിൽ ഏൽപ്പിച്ചിട്ട് 5-6 ദിവസം ധ്യാനത്തിന് പോകുന്നത് ശരിയായ നടപടിയാണോ? അന്നേരം എൽസമ്മയുടെ മക്കൾക്ക് ഞാൻ അമ്മയുടെ സ്ഥാനത്താണെന്നും ഞാൻ അതുപോലെ തന്നെയാണ് അവരെ നോക്കുന്നതെന്നും ആ ചേച്ചി പറയാണ്. അപ്പോൾ ദോഷം പറയരുതല്ലോ അച്ചോ. റീത്താമ്മ നോക്കുന്നത് പോലെ ഒന്നും ഒക്കത്തില്ല എൽസമ്മ നോക്കിയാലെന്ന് ആ കൂടെയുള്ള ചേട്ടൻ പറഞ്ഞു. അത്ര ഉത്തരവാദിത്വമാണെന്നും. മൂത്തവർ 2 പെൺകുട്ടികളല്ലേ, അവർക്കു മേലെ എപ്പോഴും ഒരു കരുതൽ വേണമെന്നും നമ്മൾ അവരുടെ പുറകിൽ നിൽക്കണമെന്നും പറയാം. അപ്പം പ്രേമം, കാമം, മയക്കുമരുന്ന്, മദ്യപാനം, അപ്പോൾ പാട്ടും കൂത്തും, റീൽസ്, മൊബൈൽ ചാറ്റ്, ചാറ്റിങ്, ചീറ്റിങ്, അങ്ങനെ പിശാചിൻ്റെ തട്ടിപ്പുകളേറെയാണ്. അപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല, അതൊക്കെ അറിയണം. ഇവിടുത്തെ പിള്ളേർ അതിനൊന്നും പോകത്തില്ല അച്ചോ എന്ന് പറഞ്ഞിട്ട് അന്നേരം ഇതൊക്കെ നമ്മുടെ തന്നെ കണക്കുകൂട്ടലുകളല്ലേ, നമുക്കും തെറ്റുപറ്റും.
കുട്ടികൾക്കും ആ തെറ്റ് പറ്റും. ഈ മൊബൈലെന്ന് പറയുന്ന സാധനം അത് പണ്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ പോലെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോൺ കൊണ്ട് പല നന്മകളും ഉണ്ടല്ലോ അച്ചോ. നമ്മളതിനെ കണ്ണടച്ച് കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ അച്ചോ. ഇപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ട് നന്മകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ പിശാച് അതിന്മേൽ പിടിമുറുക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം നല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ പള്ളിയിലച്ഛനും ഇവരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ലാലിച്ചൻ്റെ കാര്യങ്ങൾ എടുത്തിട്ടു, അവിടെ വന്നിരിക്കുന്ന അലീനയുടെ കാര്യങ്ങൾ എടുത്തിട്ടു. അപ്പോൾ ഇതിനിടയിൽ വലിയ ചതി നടന്നു എന്ന് ഉറപ്പല്ലേ എന്ന് ഈ റീത്താമ്മ പറയാം. അപ്പോൾ എൻ്റെ പെങ്ങളും മക്കളും ചതിക്കപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻലി എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഒരു സ്ത്രീയുമായിട്ടുണ്ടായിരുന്ന അടുപ്പമാണെന്ന് നിങ്ങൾ പറയുന്ന ചതി കല്യാണത്തിന് മുൻപായാലും പിൻപായാലും ചതി തന്നെയല്ല അച്ചോ എന്ന് ചോദിച്ചു കേട്ടോ. അത് കേട്ടപ്പോൾ അച്ഛൻ ഇങ്ങനെ മിണ്ടാതിരിക്കാം. എൽസമ്മയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നതെങ്കിലും സ്റ്റാൻലി അത് സമ്മതിച്ച് തരുമോ? എന്നിട്ട് അങ്ങനെ ഉണ്ടായ മകളെ വീട്ടിൽ വിളിച്ചു വരുത്തി കൂടെ താമസിപ്പിച്ചേക്കുന്നു. ഇതെന്താ ഉളുപ്പ് ഇത്തിരിയെങ്കിലും ഉണ്ടോ അയാൾക്ക്? ഉണ്ടോ അച്ചോ എന്നൊക്കെ ചോദിക്കാം. അപ്പം നമ്മൾ നോക്കുമ്പോൾ സംഗതി നിസ്സാരമാണെന്നൊക്കെ തോന്നും. കല്യാണത്തിന് മുൻപ് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു, പിന്നെ അത് മറക്കുകയും ചെയ്തു. അതൊക്കെ പലയിടത്തും പലർക്കും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഭാര്യയും മക്കളുമായിട്ട് ജീവിച്ചു തുടങ്ങിയതിന് ശേഷം പഴയ ബന്ധവും അതിലുണ്ടായ മകളും ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടമല്ലേ അച്ചോ എന്ന് ചോദിച്ചു. അതിലെന്തെങ്കിലും നീതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്റ്റാൻലി ബോധപൂർവം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ഒരു പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം അതിൽ കാണുമായിരിക്കും. എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരുമാതിരി അളിഞ്ഞ തെമ്മാടിത്തരമല്ല അച്ചോ അയാൾ കാണിച്ചത്. ഒരു അവിഹിത ബന്ധത്തിലുള്ള പിഴച്ച പെണ്ണിനെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയും മക്കളെയും കൊഞ്ഞനം കുത്തി കാണിക്കുന്നു. ഇതെവിടെ നടക്കും അച്ചോ? അപ്പോൾ പല്ലടിച്ച് കൊഴിക്കണ്ടേ അയാളുടെ അവളുടെയും? അപ്പം നമ്മൾ അങ്ങനെ കോപിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാ പ്രശ്നങ്ങളും ക്ഷമയോടെയും സഹിഷ്ണുതയോടെയും നേരിടണമെന്ന് അച്ഛൻ. അപ്പോഴത്തേക്കും അടുത്ത മുളങ്ങുന്നു. അപ്പം ഞാനിതിന്ന് പറഞ്ഞ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ തുടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഡാനിയ ഇവളെ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു കൊച്ചിനെ കൊണ്ട് മറ്റു കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവുക. എൽസ നീങ്ങ് വന്നേന്നും പറഞ്ഞുകൊണ്ട് അതിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ മോളെ ഇതെടുത്തോളാൻ പറഞ്ഞ് അച്ഛൻ കൊടുത്തു. മോള് കൊണ്ടേ കഴിച്ചോളാൻ പറഞ്ഞു. അവൾക്ക് വേണമായിട്ടൊന്നുമല്ല, വെറുതെ അച്ഛൻ എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ കുട്ടികളെ പോലെ ആവുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് അച്ഛൻ. താങ്ക് യു ഫാദർ എന്നും പറഞ്ഞ് ആ ബിസ്ക്കറ്റ് കേട്ടോ അങ്ങ് പോവുക കൊച്ചൻ. അപ്പോൾ അത് കഴിച്ചിട്ട് വീണ്ടും വന്ന് എടുത്തോട്ടോ എന്നും പറഞ്ഞ് അച്ഛൻ അതിനെ പറഞ്ഞും വിട്ടു. അപ്പോൾ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഭീഷണി മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. എന്തൊക്കെ ഭീഷണി ഇനി വരാനിരിക്കുന്നു എന്നിങ്ങനെ ചോദിക്കാം. ആ പെണ്ണിൻ്റെ തള്ളയായിരുന്നു ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടെന്നും അത് പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കാം. അത് സ്റ്റാൻലിയോടൊപ്പം താമസം തുടങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എൽസമ്മയും മക്കളും ആരായി? അത് കേട്ടപ്പോൾ അച്ഛനിരുന്ന് ഇങ്ങനെ തലയാട്ടോ. അതുമാത്രമല്ല അച്ചോ, സ്വത്ത് എൽസമ്മയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ട സ്വത്തെല്ലാം അവരടിച്ചു മാറ്റിയാലോ? അങ്ങനെ ഒരു സാധ്യത ഇല്ലേന്ന് ചോദിച്ചു. അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ പെങ്ങളും അവളുടെ മക്കളും പെരുവഴിയിലാവത്തില്ലേന്ന് ചോദിച്ചു. അത് ആലോചിക്കേണ്ട വിഷയം തന്നെയാണെന്ന് നേരപ്പള്ളിയിൽ അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റത്തില്ല അച്ചോ. അച്ഛൻ ഇതിൽ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. എല്ലാം കൈവിട്ട് പോയിട്ട് സ്വയം പഴിച്ചിട്ട് കാര്യമില്ല അച്ചോ. അന്നേരം ഞാനൊരു കാര്യം ചെയ്യാം, സ്റ്റാൻലിയായിട്ടൊന്ന് സംസാരിക്കട്ടെ. അയാൾക്ക് എന്താ പറയാനുള്ളത് എന്നൊന്ന് കേൾക്കട്ടെ. അപ്പോൾ വെറുതെ ഫോണിൽ സംസാരിച്ച പോരച്ചോ, നേരിട്ട് തന്നെ സംസാരിക്കണം. അയാളുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് നിർബന്ധിക്കുകയും വേണമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ കൂടെ ഞങ്ങളും വരാം. കൊളത്തൂർ പുഴയിൽ വീട്ടിൽ പോയി കാണണം. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റാൻലി ആയിട്ടൊന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിൽ പൗലോസ് ഇറങ്ങി വരുമ്പോൾ ബൈജു പൗലോസേട്ടനോട് പോയേക്കരുത് കേട്ടോ, മണ്ടത്തരോ അതൊന്നും പറഞ്ഞ് നിൽക്കുന്നു. ആ പെണ്ണിനെ സഹിച്ചുകൊണ്ട് എനിക്കിനി പറ്റത്തില്ല ബൈജുവേ. നീ ആരാണ്ടെയൊക്കെ വിളിച്ച് വരുത്തുമെന്നോ മലത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോ നീയാൾ. അപ്പോൾ അതൊക്കെ വരും പൗലോസേട്ടാ, നോക്കിക്കോ, വരുമ്പോൾ ഒരു ബെറ്റാലിൻ പടയങ്ങ് വരും. അവളുടെ കുറ്റി പറിക്കാതെ അവരൊന്ന് തിരിച്ചു പോകത്തുമില്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോഴും പൗലോസ് ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കാനായിട്ട്. അപ്പോൾ ആൻ്റെപ്പേട്ടനും കൂടെ നമ്മുടെ കൂടെ നിന്നോ മതിയായിരുന്നു. അയാളെ നോക്കണ്ടെന്നേ, അതൊരു പൊളവനാ, പൊങ്ങുന്ന വെള്ളത്തിന് മീതെ നിൽക്കും, നമ്പണ്ടാന്ന് ബൈജു. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി പോവുക. അതും
സാധനം മേടിക്കാൻ പോകും. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ റെഡിയായോ എന്തോന്നും പറഞ്ഞ് ഇവർ പോണേ. ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ റെഡിയായിട്ട് നിൽക്കാം. ഇത് എവിടെയായിരുന്നടാ ഇത്രയും നേരം? ഞാൻ എത്ര നേരം ഇവിടെ നോക്കി നിൽക്കുന്നതെന്ന് അറിയാമോ എന്ന് ആൻ്റപ്പൻ ചേട്ടൻ. ഇപ്പോഴാ റെഡിയായ. ആൻ്റപ്പേട്ടനെ പോലെ സൂപ്പർവൈസർ പണിയല്ലല്ലോ നമുക്ക്. വെച്ചോളുമ്പിയൊക്കെ വരുമ്പോൾ ഇത്തിരി ലേറ്റായെന്നൊക്കെ വരും ഇന്ന് പൗലോസ് ചേട്ടൻ. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നാത്തന്നെ ഈ കടിപിടി കൂടുന്നേ? നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരല്ലേ? അതിനിപ്പോൾ എന്നാ പറ്റിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കുമ്പോഴത്തേക്കും അലീന അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. എന്നാ പറ്റിയെന്നോ ഞാൻ പറയാം. അപ്പോൾ എൻ്റെ പൊന്ന് ബൈജുവേ, എന്നാ ഒരു കൊതുകായിരുന്നടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൗലോസ് വിഷയം മാറ്റിയിടും അലീന ഇറങ്ങി വരുന്നത് കണ്ടിട്ടേ. അപ്പം അലീനയ്ക്ക് അത് കാര്യം മനസ്സിലായി. എന്നാ മോളെ? അതെ, എന്നേലും അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പൗലോസ് ചേട്ടൻ അലീനയോട് ചോദിക്കുന്നു. അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അലീന ഇങ്ങനെ ഇറങ്ങി വരിക. 3 പേരും കൂടി എങ്ങോട്ടാണെന്ന് ചോദിച്ചു. മാർക്കറ്റിലേക്കാണ്, സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു ആൻ്റപ്പൻ ചേട്ടൻ. അപ്പോൾ ലിസ്റ്റൊക്കെ ഉണ്ടോ, ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കാം, അതുപോലെ കുഞ്ഞേ. അങ്ങനെ മതിയെങ്കിൽ മതിയെന്ന് പറഞ്ഞു. ബൈജുവേ, ആൻ്റപ്പേട്ട സമയം കളയത്, വണ്ടിയിലോട്ട് കയറിക്കേ. പലചരക്ക് കടക്കാരനെ ഉച്ച കഴിഞ്ഞ് മാമോദീസ ഉള്ളതോ അങ്ങനെ പറഞ്ഞ് കട നേരത്തെ അടയ്ക്കുന്നതിന് മുന്നേ അങ്ങ് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടോ? ആരുടെ മാമോദീസ? അയാളുടെ മക്കളൊക്കെ പുറത്തല്ലേ എന്ന് ചോദിച്ചു ആൻ്റപ്പൻ. അയാളുടെ അപ്പൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൗലോസേട്ടനെ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് അലീന ഇയാൾ ഒഴിവാക്കിയതാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.